ഈ കായംകുളം MLA യു പ്രതിഭ, അപ്പോൾ അവരുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ മീഡിയ, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ, ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടി, അവർ വർക്ക് ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടി, ഇവരൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അതിക്രൂരമായിട്ടാണ് തോന്നുന്നത്. കാരണം ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഞാൻ എടുത്തു. ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലോട്ട് വെക്കുകയാണ്. നിങ്ങളതൊന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളത് നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ചിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം ശരിയാണ് എന്ന് നിങ്ങൾ അവലോകനം ചെയ്യുക. ഈ പറയുന്ന മരിവാന, അതായത് ഈ പറയുന്ന കഞ്ചാവ്, നമ്മൾ വിളിക്കുന്ന മരിവാന ഒക്കെ സ്പാനിഷിൽ പറയും. ഇത് ഞാൻ വലിച്ചിട്ടുണ്ട്. അതായത് കേരളത്തിലെ നമ്മളിപ്പോൾ ഒരു 10 പേരെ എടുക്കുകയാണെങ്കിൽ അതിൽ 6 പേര് 7 പേര് ഈ സാധനം വലിച്ചിട്ടുണ്ട്, ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് പെർമനൻ്റ് ഉപയോഗിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ഈ ചെറുപ്പക്കാരുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ 10 പേര്, അതായത് 18-നും 25-നും വയസ്സുള്ളവർ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഈ 8 പേരും 9 പേരും ഇത് വലിച്ചിട്ടുണ്ട്. ഇനി നോർത്ത് ഇന്ത്യയിലോ ബാംഗ്ലൂർ സിറ്റിയോ മറ്റുള്ള നഗരങ്ങളിലോ പോവുകയാണെങ്കിൽ ഈ സാധനം റോഡിലൊക്കെ നിൽക്കുന്ന സാധനമായത്. അതായത് നമ്മൾ പല റോഡിലോട്ട് പോകാൻ നേരത്ത് ഇത് റോഡിൽ നിൽക്കും ഈ സാധനം, അത്രേ ഉള്ളൂ ഇത്. അതായത് പഞ്ചാബിലാണെങ്കിൽ ഹരിയാനയിൽ അവിടുത്തെ കർഷകർ അതിരാവിലെ എണ്ണിച്ച് ജോലി ചെയ്യാൻ പോകുന്നത് 2 പിടിപ്പിച്ചിട്ടാണ്, 2 വീട് ഇത് വലിച്ചിട്ടാണ് പോകുന്നത്. ഇത് ഭയങ്കര ക്രൈം. ഉറപ്പായിട്ട് ഇന്ത്യയിൽ അത് ബാൻ ചെയ്തിരിക്കുകയാണ് അത് ഉപയോഗിക്കുന്നത്. അതായത് ഞാൻ അടുത്തൊരു കാര്യം പറയാം. ഞാൻ ഈ പ്രാവശ്യം അമേരിക്ക പോയി കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തോണം, അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഈ മരിഞ്ചുവാന എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇന്ത്യൻ മരിഞ്ചുവാനക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് അവിടുത്തെ. കാരണം അവിടെ ലീഗലൈസ്ഡ് ആണ്, കടകളിൽ ഇത് വിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് വലിയ ലാഭം കൊയ്യുന്നൊരു രാജ്യമാണ് ഇന്ത്യ. അതവിടെ നിൽക്കട്ടെ. ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അറിഞ്ഞ സംഭവം, ഞാൻ ആ MLAയുടെ കൂടെ തന്നെയാണ് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട്. അവരുടെ ഒരു മകനാണ്. ഇതാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഏറ്റവും ക്രൂരമായ പാർട്ടി എന്ന് ഞാൻ പറയുന്നത്. ഇത് എക്സൈസുകാർക്ക് ആരും ഒറ്റുകൊടുത്തു. അതിനുശേഷം അതിനകത്തുള്ള എക്സൈസിലുള്ള ജോലിക്കാരൻ അവിടെയുള്ള ഈ കായംകുളത്തുള്ള സഖാക്കൾക്ക് ഈ കാര്യങ്ങൾ പറയും. കാരണം ഇവരെ എതിർക്കുന്നൊരു വലിയ വിഭാഗമാണ്. അവരത് പത്രക്കാർക്ക് ചോർത്തി കൊടുക്കും. ഇതാണ് ഇനിഷ്യലി ഉണ്ടായത്. പത്രത്തിൽ വാർത്ത വരുന്നു, ചാനലിൽ വാർത്ത വരുന്നു. അതായത് യു പ്രതിഭയുടെ മകൻ വലിയ രീതിയിൽ അതായത് കഞ്ചാവ് പിടിച്ചു. ഇത് കേരളത്തിൽ ഇത് കാണുമ്പോൾ ആൾക്കാർക്കങ്ങ് വെട്ടല. ഇത് വെട്ടലിനെയും കിട്ടലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് മെഡിക്കേറ്റഡ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനം. ഇതൊക്കെ നിങ്ങളുടെ തലയ്ക്കകത്തൊക്കെ ഓരോന്ന് വെച്ചിരിക്കുന്ന സംഭവമാണ്. ഇതിനകത്ത് ഈ പറയുന്നതിൻ്റെ അകത്ത് വലിയ സംഭവമൊന്നുമില്ല. ഇത് 100% നിങ്ങളിത് എവിടെ പോയാലും റിസർച്ച് ചെയ്ത് മനസ്സിലാക്കുക. ഇതൊക്കെ ഇന്ത്യയിൽ ബാൻ ചെയ്തിരിക്കുക, അത് മാത്രമേ ഉള്ളൂ പ്രശ്നം. ഇത് 2 സിഗരറ്റ് വലിക്കുന്നതിൻ്റെ അത്രയും ഒരു ചെറിയ കിക്ക് കിട്ടുന്നു കുറച്ച് നേരത്തേക്ക്. ഇതാണ് ഇതിൻ്റെ ഇത് മെഡിക്കേറ്റഡ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് ഞാൻ പറഞ്ഞു തന്നില്ല, നിങ്ങളെടുത്ത് നോക്കാം എല്ലായിടത്തും. ഇത് പിന്നെ കേരളത്തിൽ ഈ ഹോളി കൗ, അതായത് വിശുദ്ധ പശുക്കളാണല്ലോ എല്ലാം. ഇത് വലിയ സംഭവമായിട്ടൊന്ന് മാറ്റി. ആ ചെറുപ്പക്കാരനെ കണ്ടാൽ തന്നെ അറിയാം ഇപ്പോഴത്തെ ഒരു ടീനേജ് പ്രായത്തിൽ 2 വലിയ ബീഡിയും 2 ഈ സാധനമൊക്കെ വലിക്കുന്നതാണെന്ന്. കാരണം എൻ്റെ ഒരു റീഡിങ്ങിൽ പിന്നീട് ഈ യു പ്രതിഭയ്ക്കെതിരെയുള്ള ഓപ്പറേഷൻസ് നടത്തിയത് മുഴുവൻ AKG ഭവനിൽ. അതാണ് അതിൻ്റെ ഏറ്റവും കാരണം. ഇതേപോലൊരു വൃത്തികെട്ട പൊളിറ്റിക്കൽ പാർട്ടി, ഞാനിത് മുഴുവനും അറിഞ്ഞു ഇതിൻ്റെ ഡീറ്റെയിൽസ്. അവരാണ് പിന്നീട് ഈ പറയുന്ന എക്സൈസ് ഉദ്യോഗസ്ഥരെ ഈ പ്രശ്നം ഊതിപ്പെരിപ്പിക്കാൻ വേണ്ടിയാണ് ആദ്യം എക്സൈസിന് താല്പര്യമൊന്നുമില്ലായിരുന്നു കേസ് ചാർജ് ചെയ്യാനും, താല്പര്യമേ ഇല്ലായിരുന്നു. പിന്നീട് മുകളിൽ നിന്ന് വിളി വരുന്നു, ഇവരെ എങ്ങനെയെങ്കിലും തുലയ്ക്കണം, ആ ചെറുക്കനെ അല്ല ഈ ഇവരെ തുലയ്ക്കണം. അതിൻ്റെ ഭാഗമായിട്ട് നടന്ന നാടകമാണ്. അവിടെ ആ ഉദ്യോഗസ്ഥനെ ട്രാൻസ്ഫർ ചെയ്യാൻ മീഡിയയിൽ വാർത്തയായി. മനസ്സിലായല്ലോ? അതാണ് ഈ പാർട്ടിയുടെ ക്രൂരത. മീഡിയയിൽ വാർത്തയായി, വലിയ സംഭവമായി.
അതായത് പ്രതിഭയെ രക്ഷിക്കാൻ വേണ്ടി ഈ ഉദ്യോഗസ്ഥരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ട്രാൻസ്ഫർ ചെയ്തു. ഇത് ഇൻഡയറക്റ്റാണ് ഈ സംഭവം. ഭയങ്കര കോൺസ്പിറസിയുടെ ആൾക്കാരാണ് ഇവന്മാർ. ഉള്ള പെണ്ണ് കേസും ഗർഭ കേസും മുഴുവനും ഉണ്ടാക്കുന്നു. തെറ്റായ കാര്യങ്ങൾ സ്വന്തം പാർട്ടിക്കാർക്കെതിരെ ഏറ്റവും കൂടുതൽ ഇതേപോലെയുള്ള കേസുകൾ ഉണ്ടാക്കുന്നത്. എനിക്കറിയുന്ന എത്രയോ സഖാക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവരെ തന്നെ ഇവരെത്രമാത്രം ക്രൂരമായിട്ടാണ് അവരുടെ പാർട്ടിക്കാർ. കാരണം ഇത് ജനാധിപത്യമൊന്നും ഒക്കെ ഉണ്ട്, പക്ഷെ അവരുടെ സഖാക്കളെ തൊലയ്ക്കാൻ വേണ്ടി ഏത് വൃത്തികെട്ട രീതിയിൽ ഇവർ പോയി കളയും. അതിൻ്റെ ഏറ്റവും വലിയ ഈ അടുത്ത് നടന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് യു പ്രതിഭ. അവരെ തൊലയ്ക്കുക. കാരണം അവർ ഈ PB അൻവറിനെ പിന്തുണച്ചു. പല കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ പല സഹാക്കളോട് ചോദിച്ചു എന്താ സംഭവം. അവർ പാർട്ടിയുടെ ലൈനിലല്ല നിൽക്കുന്നത്. കായംകുളത്തുള്ള പാർട്ടി സഖാക്കളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ജില്ലാ കമ്മിറ്റി പറയുന്നത് കേൾക്കില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സജി ചെറിയാൻ എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയ നേതാവ്, മന്ത്രി, അവരെ സ്റ്റേജിൽ വെച്ചിരുത്തി പറഞ്ഞ് വീണ്ടും തിരിച്ചു പറഞ്ഞതൊക്കെ ഡെലിബറേറ്റ് അറ്റംപ്റ്റാ. അല്ലെങ്കിൽ അങ്ങനെ പറയൂ, വീഡിയോ വലിയുന്നു, ഇതെങ്ങനെ ഡെലിബറേറ്റ് ആയിട്ട് കയറി അങ്ങ് പറയൂ. എന്നിട്ട് അവർക്ക് അനുകൂലമായിട്ട് തിരിച്ചും മറിച്ചും മാറ്റി MDയെ പിടിക്കുന്നു, അവിടെ പിടിക്കുന്നു, ഇവിടെ പിടിക്കുന്നു. ഇതൊക്കെ സാധാരണക്കാരൻ ആൾക്കാർ കേൾക്കുമ്പോൾ ഭയങ്കരമാണ്, സജി ചെറിയാൻ സപ്പോർട്ട് ചെയ്യുന്നു. ഇത് CPMന്റെ പാർട്ടി എടുത്ത തീരുമാനമാണ് അവരെ തൊലയ്ക്കാൻ. ഇതിനകത്ത് എനിക്ക് പൊതുവെയോട് പറയാനുള്ളത്, കാരണം ഞാൻ നിങ്ങളുടെ വീഡിയോ, നിങ്ങളുടെ കരഞ്ഞ് നാശമായ ആ വീഡിയോ ഞാൻ കണ്ടു. കാരണം ഞാൻ നിങ്ങളുടെ കൂടെ പൊതുവെ, കാരണം നിങ്ങളുടെ പാർട്ടിക്കും കേരളത്തിലുള്ള പലർക്കും, വലിയൊരു ശതമാനം ജനങ്ങൾക്കും ഈ മനുഷ്യത്വം, മനുഷ്യ സ്നേഹം എന്താണെന്ന രീതി മനസ്സിലായിട്ടില്ല. നിങ്ങൾ അല്പം കാണാൻ കൊള്ളാവുന്നതാണ്, കാരണം നിങ്ങളുടെ സ്കിൻ അല്പം ഫെയറാണ്, നിങ്ങളങ്ങനെ ആരെയും കൂസാത്തതാണ്. ഇതൊക്കെ ഇവിടെ ആൾക്കാർക്ക് പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ് ആൾക്കാർക്ക്. ഞാൻ വെറുതെ പറയുന്നതല്ല. ഇവിടെ മറ്റുള്ള പെണ്ണുങ്ങൾക്കും പ്രശ്നം. അവളാരാ തൻ്റെ അടി. ഇവിടെ തൻ്റെ അടി എന്ന് പറയുന്ന ആ വാക്ക് ഉപയോഗിക്കുന്നത് തന്നെ ഏറ്റവും മോശമായ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. കാരണം മലയാളി ഇത് പറയുന്നതെന്ന് മൈക്കിൻ്റെ മുമ്പിൽ വെച്ച് ഏറ്റവും കൂടുതൽ മൈക്കിൻ്റെ മുമ്പിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തൊക്കെ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരാ. പക്ഷെ അവർക്ക് സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് 1% പോലും കൊടുക്കാൻ തയ്യാറല്ല ഇവന്മാർ. നിങ്ങൾ സ്റ്റഡി ചെയ്ത് മനസ്സിലാക്കാൻ. ഞാനിത് സ്റ്റഡി ചെയ്താണ് ഇവരെ പറ്റി. അപ്പോൾ ഉടൻ പറയാം തൻ്റെ അടിയാണുള്ളൂ, ഭർത്താവ് പറഞ്ഞാൽ കേൾക്കത്തില്ല, അവൻ പറഞ്ഞാൽ കേൾക്കത്തില്ല, ഭർത്താവിനെ ധിക്കരിച്ച് അടക്കം വേറൊരുത്തിൻ്റെ കൂടെ വേണ്ടാത്ത കഥകൾ മുഴുവൻ ഉണ്ടായിക്കളെ. എന്തോ ചെയ്യാൻ ഇതായിപ്പോയി. കാരണം ഇതിലാണ് ബേസിക്കലി പണ്ട് മുതലേ മലയാളിയുടെ ഒരു സ്വഭാവമായത്. അതിന് പറ്റിയൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ്. കോൺഗ്രസ് മോശമല്ല, BJP കാര്യത്തിൽ മോശമൊന്നുമല്ല. ഇത് മലയാളിയുടെ DNA ആണിത്. അല്ലെങ്കിൽ ഇത്രയും 2 ടൈം MLA, അവർ MLA ഒക്കെ മാറ്റി വെക്കുക, ഒരു സ്ത്രീയാണ്. ഓക്കെ, അവരുടെ ലൈഫിനകത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഭർത്താവുമായിട്ട്. അവരെ മകനെ വളർത്തുക, അവർ MLA ആണ്. അത് മാറ്റി വെക്കുക. വീണ്ടും ആ ചെറുക്കനൊരു സംഭവത്തിൽ പെട്ടു. നമ്മളെന്താ ചെയ്യേണ്ടത്? ഞാനൊരു ജേർണലിസ്റ്റ് ആ ഭാഗത്ത് അവിടെ റിപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ ഞാനൊരു കാരണവശാലും റിപ്പോർട്ട് ചെയ്തില്ല. കാരണം ഞാൻ ആ സ്ത്രീയെ മനസ്സിലാക്കണം, ഞാൻ ആർക്കെതിരെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ആ ചെറുക്കനെ ഞാൻ എടുക്കണം, എൻ്റെ അക്കൗണ്ടബിലിറ്റിയാണ്. കാരണം അതാണ് ഇതിൻ്റെ അകത്ത് ഈശ്വരൻ എന്നൊരു കോമൺ സെൻസ് ഉണ്ട്. അതായത് നമ്മളൊരാളെ പറ്റി താറടിക്കാൻ നേരത്ത് അപ്പോൾ നിങ്ങൾ ചോദിക്കും മറ്റുള്ളൂ. ഞാൻ പറഞ്ഞു ഈ കാര്യത്തിനകത്ത്, അതായത് ഈ പറയുന്ന കഞ്ചാവ് വലിച്ചു, ഇതാണ് വലിയ പ്രശ്നം. അത് MDMA അങ്ങനെയുള്ള ലഹരി സംഭവം വലുതായിട്ട് അതൊക്കെയാണ് സീരിയസ് ആയിട്ട് ആക്ഷൻ എടുക്കണം, റിപ്പോർട്ട് ചെയ്യണം. ഇതിൻ്റെ പേരിൽ മുഴുവനും താറടിച്ച് നശിപ്പിക്കുക. ആ പയ്യൻ്റെ ഭാവി എങ്ങനെയാവും? നാട്ടുകാരൊക്കെ അറിഞ്ഞ് ആ പയ്യൻ്റെ ഭാവി എങ്ങനെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്? കാരണം എനിക്ക് മകനും മകളും ഒക്കെ ഉണ്ട്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുക. അത് നിങ്ങൾക്കും ഉണ്ട്. അവനവിടെ കൂട്ടുകാരുടെ കൂടി ഇരുന്നിട്ട് പഫ് എടുത്തൊരു സിഗരറ്റ് വലിച്ചു, സിഗരറ്റിനകത്ത് കഞ്ചാവ് ഇട്ട് എല്ലാവരുമായിട്ട് കൂട്ടത്തിൽ വലിച്ചു. ഇതെന്തോ ക്യാപിറ്റൽ പണിഷ്മെന്റ് രീതിയിലാണ് കേരളത്തിലെ മീഡിയ കണ്ടത്. ഒരു മീഡിയയുടെ റിപ്പോർട്ടർ വന്ന് ചാനലിലിരുന്ന് തകർക്കുക. ഇവിടൊക്കെ മനസ്സിലാക്കേണ്ടത്, നമുക്ക് എത്ര വലിയ സ്റ്റോറി കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്?
ആ ഫാമിലിയെ ഓർക്കണം, ആ ചെറുക്കനെ ഓർക്കണം. നിങ്ങൾ ഇതുകൊണ്ട് സോഷ്യൽ റിഫോംസും കോപ്പൊന്നും ഉണ്ടാക്കാം. നിങ്ങളിവിടെ അവരെ താറടിക്കാൻ വേണ്ടി ചെയ്തതാണ് ആ റിപ്പോർട്ടിങ്. ഞാനത് കണ്ടു മുഴുവൻ. അതിൽ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഇതേപോലെയുള്ള എത്ര അമ്മമാരും ചെറുക്കന്മാരും മക്കളും അല്ല ഭർത്താവില്ലാതെ ഭർത്താവുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് ജീവിക്കുന്നവർ ഇതിനേക്കാളും കഷ്ടമായിട്ടായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. ഞാൻ എൻ്റെ പ്രതിഭയുടെ കൂടെ, ഞാൻ പൂർണ്ണമായിട്ടും പ്രതിഭയുടെ കൂടെ തന്നെയാണ്. ഞാൻ ഇന്ന് വരെ പ്രതിഭയെന്ന് പറയുന്ന സ്ത്രീയായിട്ട് സംസാരിച്ചിട്ട് പോലുമില്ല. എനിക്ക് തോന്നുന്നില്ല ഞാൻ ഫോണിൽ പോലും സംസാരിച്ചത്. പക്ഷേ കേരളത്തിലെ മീഡിയ കാണിച്ചത് അബ്സല്യൂട്ട്ലി നോൺസെൻസ്. ഒരു കാരണവശാൽ നിങ്ങൾക്ക് എത്ര വിരോധമുണ്ടെങ്കിലും ചെയ്യാൻ പാടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, CPM എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടി ചെയ്ത ഡേർട്ടി ഗെയിമാണിത് മുഴുവനും. അതിന് മീഡിയ അവർ ഉപയോഗിച്ചു. അതാണ് അബ്സല്യൂട്ടായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇത് ജേർണലിസമേ അല്ല, ഇത് ജീർണലിസമാണ്. തെറ്റാണിത്. ഇതാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്.